ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ജമ്മു കാശ്മീരിൽ കത്ത എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഇന്നലെ വന്നിറങ്ങിയത്. ഇവിടെ നിന്ന് നേരെ ഉധംപൂരോട്ട് പോകണം. ഉധംപൂരായിരുന്നു ഇറങ്ങിയത്. നെറ്റ്വർക്ക് ഇവിടെ കിട്ടാത്തതുകൊണ്ട് ട്രെയിൻ വഴിയൊക്കെ നോക്കാൻ പറ്റിയില്ല. പിന്നെ ഉധംപൂരിൻ്റെ മുമ്പായിരുന്നു ഒരു സ്റ്റേഷൻ നിർത്തിയത്. പിന്നീടാണ് ഉധംപൂരൊക്കെ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ വരുന്നവരെ ശ്രദ്ധിക്കുക. ഉധംപൂർ കഴിഞ്ഞാൽ നേരെ കത്ര എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഫൈനടിക്കാൻ TTR ഒക്കെ പൊക്കിയായിരുന്നു. ഇത് കുറേ സംസാരിച്ചിട്ടൊക്കെ വിട്ടത്. അപ്പോൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കുഴപ്പമില്ലായിരുന്നു, എല്ലാം പറഞ്ഞ് റെഡിയാക്കി. പിന്നെ ഇവിടെ തന്നെ ഞാൻ കിടന്നുറങ്ങി. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് പുറത്തോട്ട് പോയി ഇറങ്ങി ഞാൻ ടാക്സിക്കാരെ ശല്യം എല്ലായിടത്തും അങ്ങനെ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓൾട്ടിറ്റ്യൂഡ് കൂടിയിട്ടാണ് കിടക്കണതായിട്ട് അറിയില്ല കേട്ടോ. നമ്മളങ്ങനെ ഇപ്പോൾ ഉധംപൂരോട്ട് പോകണം. എന്നിട്ട് അവിടെ നിന്ന് നേരെ ടാക്സി അല്ലെങ്കിൽ ബസ് എടുത്ത് നേരെ ശ്രീനഗർ പോകണം. ശ്രീനഗറല്ല, ബനിഹാൽ പോകണം. ബനിഹാലിൽ നിന്ന് നേരെ ശ്രീനഗർ പോകണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ എന്തായാലും നമുക്ക് പോകാൻ കഴിക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ജമ്മു കാശ്മീർ എത്തിയിട്ടുണ്ടോ. ജമ്മു കാശ്മീരിൽ ബനിഹാലാണ് കേട്ടോ. ബനിഹാലിൽ നിന്ന് നേരെ നമ്മൾ ശ്രീനഗർ പോകണമാണ്. സോ ഇവിടെ നല്ല മഴയാണ് എത്തിയപ്പോൾ തന്നെ. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. പൊതുവെ കുറവാന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് അവിടുന്ന് താഴ്ത്തുന്ന നമ്മ വന്നിറങ്ങി. ഇതാണ് നമ്മളെ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ. അവിടെ നേരെ ശ്രീനഗറിലോട്ട് പോകും. ഹലോ, നമ്മളങ്ങനെ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് കേട്ടോ. ഇവിടെ ഒരു ഗുരുദ്വാരയിൽ സ്റ്റേ കിട്ടി. ഗുരുദ്വാര വരെ എത്തിയതൊക്കെ കണക്കാം. നമ്മൾ ബനിഹാലിൽ നിന്നാണല്ലോ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. ബനിഹാലിൽ നിന്ന് നേരെ ട്രെയിൻ കയറി. അവിടെയാണെങ്കിൽ തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ഉള്ളവരെല്ലാവരും ഒറ്റ ട്രെയിനിൽ കയറാനായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ട്രെയിനിൽ കയറി ശ്രീനഗർ 5:30 എത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തണുപ്പായിരുന്നു. അപ്പോൾ മലയാളീസ് ഉണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ അവരുടെ ഒപ്പം ഞാൻ ടാക്സി കയറി. അതുകൊണ്ട് എന്നെ കുറച്ച് ദൂരം ഇറക്കി. ഒരു ജംഗ്ഷൻ വരെ ആയിരിക്കും എനിക്ക് 100 കൊടുക്കേണ്ടി വന്നു. വേറെ ഓപ്ഷനില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ഗുരുദ്വാര ലൊക്കേഷൻ ഇട്ട് നടന്നു. ഇവിടെ ഫ്രീ സ്റ്റേ എന്നൊക്കെയാണ് ഗൂഗിളിൽ കണ്ടേട്ടാ. ഫ്രീ സ്റ്റേ ആണ്. ഫുഡ് ഫ്രീ ആണ്, സ്റ്റേ ഫ്രീ അല്ല. അപ്പോൾ സ്റ്റേക്ക് ഇവിടെ 200 കൊടുക്കേണ്ടി വന്നു. 200 എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പാണ്. ഇവിടെ 1000 രൂപയ്ക്കാണ് ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഇവിടെ എത്തി. ഫുഡ് തന്ന് പിന്നെ ഇവിടെ സ്റ്റേയും കിട്ടി. അപ്പോൾ ഇവിടെ നേരെ ഇവിടെ നിന്ന് പോകണം. എൻ്റെ കയ്യിലാണെങ്കിൽ കയ്യിൽ പൈസ ഇല്ല. ജമ്മു കാശ്മീർ നാഷണൽ ഹൈവേ ആണെങ്കിൽ അടച്ചിട്ടേക്കണേ. അവിടെ ഹെവി സ്നോഫോളും ലാൻഡ് സ്ലൈഡൊക്കെ വന്നിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ്. ഇവിടെയാണെങ്കിൽ -ഡിഗ്രിയാണിപ്പോൾ. ഇതാണ് നല്ല കാഴ്ച. ഇതാണ്ട് ഇവിടെ ഗുരുദ്വാരയുടെ സെറ്റപ്പ്. നിങ്ങൾ ജമ്മു കാശ്മീർ തന്നെയാണെങ്കിൽ ശ്രീനഗർ കുറച്ചും കൊണ്ട് വന്നു വരുമ്പോൾ ഒരു ഗുരുദ്വാരയുണ്ട്. ലൊക്കേഷൻ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ 200 രൂപക്ക് ഒരാൾക്ക് കിട്ടും. റൂമായിട്ട് എടുക്കണതിന് 500-700 രൂപ റേറ്റാണ്. അത് വളരെ ചീപ്പാണ്. നല്ല സൗകര്യമുണ്ട്. അവിടെ ബാത്റൂമൊക്കെ ഉണ്ട്, കുളിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഹീറ്ററും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. റൂമിൽ ഹീറ്ററൊന്നുമില്ല. കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ കിടക്കാൻ കമ്പിളിയുണ്ട്. അത്രേ ഉള്ളൂ. അത് തന്നെ ധാരാളം. ഇതാണ്, ഇതിൻ്റെ അപ്പുറത്താണ് ഗുരുദ്വാര വരുന്നത്. നമുക്ക് ഇവിടെയാണ് ഫുഡ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് പോകണം. അറിയില്ല എന്ത് ചെയ്യുമെന്ന്. എന്തായാലും എൻ്റെ അടുത്ത് വെച്ച് കാണാം. ആരും ഒറ്റ മൈൻഡ് കാണിച്ച് ജമ്മു കാശ്മീരോട്ട് വരാൻ നിൽക്കരുതെന്ന് ഞാൻ പറയാറുള്ളൂ കേട്ടോ. കാരണം ഇവിടെ സീനാണ്. അങ്ങനെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് ഇറങ്ങണേ കേട്ടോ. ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങിനാണ് കേട്ടോ. ഇവിടെയൊക്കെ മഞ്ഞ് നടക്കണേ. ഇത് ഗുരുദ്വാര നോക്കിയാൽ കണ്ടോ. അപ്പോൾ രാത്രി ഇത് അടച്ചിട്ടേക്കാണ്. പിന്നെ ഒരു രക്ഷയില്ലാണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിന്ന്. ലാസ്റ്റ് ഒരിക്കലും എന്തെങ്കിലും അത് പറഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിക്കേണ്ടി വരും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് പയ്യന്മാർ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരുന്നുണ്ടായി. അവർ പറഞ്ഞ അകത്ത് ഫുഡുണ്ട്, ഫുഡ് കഴിച്ചു അവിടെ പോയി കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ച് ഇവിടെ സ്റ്റേയും കിട്ടി. ചിലർ മഴയൊക്കെ പൊടിയുന്നുണ്ട് ഇവിടെ. നമ്മളിവിടെ നിന്ന് ബട്ട്മാലു എന്ന് പറഞ്ഞ സ്ഥലത്തിട്ടാണ്. അവിടെ നിന്ന് നേരെ മണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകട്ടോ.
ഇതാണ് ഇവിടുത്തെ ഫുഡ് അടിക്കുന്ന ഏരിയ മെയിൻ സ്ഥലമാണ്. മഞ്ഞ കിട്ടണുണ്ടോ? പുക പോകുന്നുണ്ട്, കാണുന്നുണ്ടോന്ന് അറിയില്ല ക്യാമറയിൽ. ഇവിടെ പിന്നെ നല്ല മനുഷ്യരാണ് കേട്ടോ. ഒരു കപ്പിൾസിനെ കിട്ടി. ഞാൻ ഇവിടെ നടന്നു കഴിയുന്നവർക്ക് എനിക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഇവിടെ നിന്ന് ബസ് കിട്ടും, ഞങ്ങളും അങ്ങോട്ടാന്ന് പറഞ്ഞു. അവരൊപ്പം ഞാനും പോവും. ഇതാണ്, ഞാൻ ഒറ്റക്കാണെങ്കിൽ ആരെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനൊരു ഭാഗ്യമുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, ഹൈവേ ബ്ലോക്കിലാണ്. അപ്പോൾ പെട്ട അവസ്ഥയാണ്. അപ്പോൾ ഈ പോണൊരു വഴിയാണ് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു. നമ്മളപ്പം നമ്മൾ ഒരു കപ്പിൾസിനെ കണ്ടില്ലേ, അവരെന്നാ ഗാഡിയിൽ കയറ്റി വിട്ട് എന്നിട്ട് അവരുടെ ഡ്രൈവറിൻ്റെ അടുത്ത് തന്നെ ഇവന് ഇന്ന സ്ഥലത്ത് ഇറക്കിയേക്കെന്ന് പറഞ്ഞ്. പിന്നെ അവിടെ വണ്ടിയിൽ നിന്ന് കമ്പനി അടിച്ച ചേട്ടനാണ് അത്. പുള്ളി ഇവിടം വരെ ഉണ്ടായി, പുള്ളിയുടെ ഷോപ്പ് ആകാനാണ് അങ്ങോട്ട് പോകാൻ. അപ്പോൾ എന്നെ ഇവിടെ സേഫായിട്ട് ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, ടൂറിസ്റ്റ് തന്നെ സ്ഥലമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ ആക്കി. എന്നിട്ട് പുള്ളി അങ്ങോട്ട് പോയി, പുള്ളിയുടെ ഷോപ്പ് അവിടെ. അപ്പോൾ എനിക്ക് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബസ് കിട്ടും. അവിടെ സ്നോയാണ്. കാണാൻ മാത്രമേ രസമുള്ളട്ടാ, തണുപ്പ് അനുഭവിക്കാൻ വേണ്ട മനുഷ്യ. ഇപ്പം ഇവിടെ 2 ഡിഗ്രി ഒക്കെ എന്തോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും സ്നോ ഉണ്ട് രാവിലെ. ഇവിടെയൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടോ? ആദ്യമൊക്കെ കാണാനൊരു രസമുള്ള മഞ്ഞൊക്കെ, നല്ല സുഖമില്ല. ഞാനിവിടെ നിന്നൊരു 30 രൂപയൊക്കെ പഴം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഴം ഇവിടെ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു, കുറച്ചേ കിട്ടിയുള്ളൂ. ഇവിടെ ഓറഞ്ച് അങ്ങനത്തെ സാധനത്തൊക്കെ റേറ്റ് കുറവായിരിക്കും. ഇപ്പം നമ്മൾ ജഹാംഗീർ ചൗക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. മണ്ടി എന്നിട്ടാണ് അവിടെ നിന്ന് കൊപ്പോറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നത്. സോ നമ്മളവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. സോ അവിടെ നേരെ ബസ് കിട്ടി. സോ ബസ്സിൽ കയറി നമുക്ക് പോവാം. ഇതാണ് അവിടുത്തെ ടാക്സി സ്റ്റാൻഡ് കാണുന്നത്. ഇവിടെ എന്തോ ഫുഡ് ഐറ്റം കേട്ടോ. അവിടെ കാണുന്നുണ്ടോ ഫുള്ള് മഞ്ഞ് വീണ് നടക്കണേ. വീടിൻ്റെ മുകളിലൊക്കെ കാറുകളിലൊക്കെ മഞ്ഞായിട്ടേക്ക് വരുന്ന പയ്യ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവില്ല ബസ് സ്റ്റാൻഡ്. ഇവിടെ നമുക്ക് വണ്ടി പോകണം. ഇവിടെ ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ, ആർമി ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു മിനി ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നിന്നൊക്കെ മണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാനായിട്ട് 15 രൂപ ചാർജ് ചെയ്യുന്നത്. സോ അത് കുഴപ്പമില്ലാത്ത റേറ്റാണ്. ഇങ്ങനെ മിനി ബസ് ധാരാളം ഇവിടെ നിന്ന് കിട്ടും. സോ ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷനൊക്കെ ചീപ്പാണെന്ന് തോന്നുന്നത്. സ്റ്റേ ആണ് ഭയങ്കര റേറ്റ്. നമ്മൾ പുറത്ത് നിന്ന് സ്റ്റേ എടുക്കണമെങ്കിൽ 1000 രൂപ മിനിമം കൊടുക്കണം. അതാണ് ലോവസ്റ്റ് പ്രൈസ്. ഒരു മലയാളീസിനെ കണ്ടപ്പോൾ 1000 വെറും 1000 രൂപക്ക് റൂം കിട്ടും അങ്ങനത്തെ ഒരു രീതിയിൽ പറഞ്ഞു. മീൻസ് 1000 രൂപ അവിടെ വളരെ കുറവായിട്ടാണ് കാണുന്നത് സ്റ്റേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഗുരുദ്വാര ചൂസ് ചെയ്തത്. ഞാൻ ഗുരുദ്വാര സ്റ്റേ ചെയ്ത ഗുരുദ്വാര ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ ബസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്ത്രീകളൊക്കെ ഇങ്ങനെ ഫേസൊക്കെ മറച്ച് കവർ ചെയ്താണ്. ഇവിടെ ഭൂരിപക്ഷ ആളുകളും മുസ്ലിംസാണ്. പിന്നെ ഇവിടെ സിഖുകാരുണ്ട്. ബാക്കിയുള്ള മതക്കാരുടെ കാര്യം എനിക്കറിയില്ല. കൂടുതലും മുസ്ലിംസാണ് ഇവിടെ കാശ്മീരിൽ. ഇവിടെ ആരെ കണ്ടാലെന്നല്ല, ഇവിടെ കുറച്ച് പേര് കണ്ടപ്പോൾ ചോദിച്ചാൽ മുസ്ലിമാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹിന്ദുവാണ്. ഓ കൊയ്വാക്കുന്ന ഈ അതെ ഫസ്റ്റ് എങ്ങനെയാണോ സംസാരം അതുപോലെ തന്നെ കണ്ടിരുന്നത്. അവർ ജസ്റ്റ് ചോദിക്കണേ മുസ്ലിമാണോ അങ്ങനെ ചോദിക്കും. ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ചിലരൊക്കെ ചോദിച്ചിട്ടാ, ചിലരൊക്കെ നോ ഇഷ്യൂ. വണ്ടി പോണേന് അവിടെ നമുക്കൊരു 100 കിലോമീറ്ററോളം കവർ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും കാണാം. നമ്മളങ്ങനെ ഇവിടെ മണ്ടി എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡ് എത്തിയിട്ടാണ്. ഇവിടെ എല്ലാ സ്ഥലത്തോട്ടുമുള്ള ബസ് കിട്ടും. സോ ഇവിടെ നമുക്ക് കഫോറ പോകാനുള്ള ബസ് നോക്കിയിട്ട് അങ്ങോട്ട് പോകാം.